2021 നടന്ന RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. In a fruit basket, the ratio of number of apples to bananas is A and the ratio of bananas to apples is B, then A plus B is. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ കുറച്ച് ആപ്പിൾസും ഉണ്ട് ബനാനാസും ഉണ്ട്. അപ്പോൾ ഈ ആപ്പിൾസ് ടു ബനാനാസിന്റെ റേഷ്യോ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ആപ്പിൾസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ബനാനാസിന്റെ എണ്ണം, ഇതാണ് ആപ്പിൾസ് ടു ബനാനാസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഷ്യോയുടെ ആൻസർ തന്നിരിക്കുന്നത് എ എന്നാണ്. പക്ഷെ ഈ എ നമുക്ക് എങ്ങനെ എഴുതാം? A:1 എന്ന് എഴുതാം അല്ലേ? എയും A:1 സെയിം തന്നെയാണ്. അപ്പോൾ ആപ്പിൾസ് ടു ബനാനാസ് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? A:1 എന്ന് എഴുതാം. ഇനി അടുത്തത്, ആൻഡ് ദ റേഷ്യോ ഓഫ് ബനാനാസ് ടു ആപ്പിൾസ് ഇസ് ബി. അപ്പോൾ ബനാനാസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആപ്പിൾസിന്റെ എണ്ണം തിരിച്ചുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അത് ബി ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു ബി. ഈ ബി എനിക്ക് എങ്ങനെ എഴുതാം? B:1 എന്ന് എഴുതാം. ഇനി നമ്മൾക്ക് ചോദിച്ചേക്കുന്നത് എ പ്ലസ് ബിയുടെ ആൻസർ ആണ്. അപ്പോൾ ആപ്പിൾസ് ബൈ ബനാനാസ് എ ആണെങ്കിൽ ബനാനാസ് ബൈ ആപ്പിൾസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ റെസിപ്രോക്കൽ ആയിട്ട് എഴുതാമല്ലോ. എയുടെ റെസിപ്രോക്കൽ എന്താണ്? 1/a ആണ്. അപ്പൊ എനിക്ക് ബി ഈക്വൽ ടു 1/a എന്ന് എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, ഇനി അവിടെ ചോദിച്ചേക്കുന്നത് എ പ്ലസ് ബിയുടെ വാല്യൂ ആണ്. അപ്പൊ എ പ്ലസ് ബിക്ക് പകരം എനിക്ക് എ പ്ലസ് 1/a എന്ന് എഴുതാം ഇല്ലേ? ബിക്ക് പകരം 1/a ആണ് ഇവിടെ എഴുതിയത്. ഇനി നോക്കുക, നമ്മൾ എ ആണ് A:1 അല്ലെങ്കിൽ A/1 എന്ന് എഴുതിയത്. അതിൻ്റെ അർത്ഥം എയുടെ വാല്യൂ 1 അതിൽ കൂടുതലോ ആയിരിക്കും എന്നാണ്. അപ്പോൾ A + 1/aയുടെ വാല്യൂ എത്ര വരും? ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി 1/a നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 പോയിന്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് എയും 1/aയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ മോർ ദാൻ 1, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.